മമതാ ബാനർജിക്ക് കിട്ടാവുന്ന മഹുവ മൊയ്ത്ര പോലെയുള്ള ഒരു തീപ്പൊരി നേതാവ് തന്നെയാണ് പി വി അൻവർ. കാരണം മമതാ ബാനർജിയുടെ ശൈലിയും പി വി അൻവറിന്റെ ശൈലിയും ഏറെക്കുറെ ഒരു വെല്ലുവിളിയുടെ ശൈലിയാണ്. വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുക, വെട്ടിനിരത്തി മുന്നേറുക, അതാണ് മമതാ ബാനർജി ബംഗാളിൽ ചെയ്തത്. സമാനമായ രീതിയിൽ പി വി അൻവറിനെ ഇവിടെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും 2 ദിവസമായിരിക്കുന്നു തൃണമൂലിലേക്ക് വന്നിട്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അഭിഷേക് ബാനർജി. അഭിഷേക് ബാനർജിയുടെയും എക്സ്പോസ്റ്റ് വന്നിട്ടുണ്ട്. പി വി അൻവറിന് നിലമ്പൂർ MLA-ക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ പി വി അൻവറിന് ഇവിടെ ഇടത് സ്വതന്ത്രനായ ഒരു MLA ആയി തുടരാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇന്നലെ മുതലേ കഴിയില്ല. പക്ഷേ സ്പീക്കർ അത് കണ്ടസ്റ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ പി വി അൻവർ അതുമായി ബന്ധപ്പെട്ട് ഞാൻ രാജിവെക്കാൻ പോവുകയാണ് എന്ന് സ്പീക്കർ AN ഷംസീറിനെ അറിയിച്ചിട്ടുണ്ടാകാം, നമുക്കറിയില്ല. എന്തായാലും മിനിഞ്ഞാന്ന്, അതായത് 10-ാം തീയതി തന്നെ മറ്റൊരു പാർട്ടിയുടെ ഭാഗമായിരിക്കുകയാണ്. സ്വതന്ത്ര MLA ആയി മത്സരിച്ച് ജയിച്ച ഒരാൾ ആ പദവിയിൽ തുടരുമ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് വരുമ്പോൾ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ അത് വരുമെന്നുള്ളത് ഉറപ്പാണ്. അത് പി വി അൻവറിനും അറിയാം. അതുകൊണ്ട് കൂടുതൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് MLA സ്ഥാനം രാജിവെക്കുന്ന തീരുമാനത്തിലേക്ക് അൻവർ പോകുന്നത്. ഇവിടെ ഈ പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ എന്ന് പറയുന്നത് അതല്ല പി വി അൻവറിന്റെ ലക്ഷ്യമെന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കൊൽക്കത്ത കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നത് കൂടിയുണ്ട്. ഒരു പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വന്തമായി DMK രൂപീകരിച്ചിട്ടുണ്ട്, അതുമായി മുന്നോട്ട് പോയാൽ മതി. ഈ DMK-യിലെ അംഗങ്ങൾ അപ്പാടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നതായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്.